മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ശശാങ്കിന് ഷാ എന്ന അക്ഷരം ശരിക്കും ഉച്ചരിക്കാൻ കഴിയില്ലായിരുന്നു. അവൻ ഷായ്ക്ക് പകരം സാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കാൻ വളരെ പേടിയും നാണക്കേടുമായിരുന്നു. ഫോട്ടോഗ്രാഫിയിലൊക്കെ അവന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് റോഷിനി എന്ന പെൺകുട്ടിയെ പെണ്ണ് കാണാൻ ശശാങ്ക് എത്തുന്നത്. അവൻ അവളെ ഇഷ്ടമാകുന്നുണ്ടെങ്കിലും അവൾ അവനെ റിജക്ട് ചെയ്യുന്നു. കാരണം തന്റെ സംസാര ശൈലിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, അത് തന്നെ ബാധിച്ചിട്ടേ ഇല്ല, തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് റോഷിനി പറയുന്നത്. അവൾ വലിയ സുന്ദരിയൊന്നുമല്ല, അവളുടെ മുഖത്തിനും മൂക്കിനുമൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കുറവൊന്നും ഇല്ലെങ്കിൽ പോലും അവൾ കണ്ണാടി വെച്ച് മുഖത്തിന്റെ പകുതിയോളം ഭാഗം മറച്ചിരുന്നു. എന്നാൽ ശശാങ്കിന്റെ കൺവിൻസിംഗിൽ വീണ് ഇതൊന്ന് വർക്കൗട്ട് ആകുമോ എന്ന് നോക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. അവർ പതിയെ അടുക്കുകയും റിലേഷൻഷിപ്പിലാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്ര അടുത്തിട്ട് പോലും ഒരിക്കലും അവൾ അവന്റെ മുന്നിൽ വെച്ച് കണ്ണാടി മാറ്റിയിട്ടില്ല. അങ്ങനെയിരിക്കെ അവർ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ട്രിപ്പിനിടയിൽ വെച്ച് ശശാങ്കിന്റെ ബോസ് വിളിച്ച് കമ്പനിയിലേക്ക് അത്യാവശ്യമായി വരാൻ പറയുന്നു. നോ പറയാനാവാതെ അവനും അത് സമ്മതിക്കുന്നുണ്ട്. ട്രിപ്പ് പാതി വഴിയിൽ നിർത്തിയിട്ട് പോകുന്നതിൽ ദേഷ്യം വന്ന റോഷിനി അവന്റെ ധൈര്യമില്ലായ്മയെ ചോദ്യം ചെയ്യുന്നു. കലിപ്പായ ശശാങ്ക് ആവട്ടെ അവളുടെ ശരീരത്തിലും ഭംഗിയിലും അവൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിനെ പറ്റി പറയുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്നുണ്ട്. പിന്നീട് ഓരോന്ന് ആലോചിച്ച് കിടന്നുറങ്ങിയ റോഷിനിയുടെ അടുത്തേക്ക് ശശാങ്ക് ചെല്ലുന്നു. അവൻ അവൾ വെച്ചിരുന്ന കണ്ണാടി പതിയെ മാറ്റി അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ശശാങ്കിന്റെ ബോസ് അവനോട് ഒരു പ്രസന്റേഷൻ ചെയ്യാനായി ഏൽപ്പിക്കുന്നു. കോൺഫിഡൻസ് ഇല്ലാത്ത അവനാകട്ടെ പേടിച്ച് റെസിഗ്നേഷൻ വരെ ഇടുന്നുണ്ട്. അന്ന് രാത്രി താൻ കുഞ്ഞായിരുന്നപ്പോൾ സ്കൂളിൽ വെച്ചൊരു പാട്ട് പാടുകയും തന്റെ കൂട്ടുകാരൊക്കെ കളിയാക്കിയെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ പാട്ട് മുഴുവനാക്കുകയും സന്തോഷമായി ഇരിക്കുന്നതുമൊക്കെ അവൻ സ്വപ്നം കാണുന്നു. ആ സ്വപ്നം അവനൊരു കരുത്ത് നൽകുകയും അവൻ തിരികെ ഓഫീസിലേക്ക് വന്ന് അവന്റെ പ്രശ്നങ്ങളൊക്കെ കോൺഫിഡന്റ് ആയി എല്ലാവരുടെ മുന്നിൽ തുറന്നു പറഞ്ഞ് നന്നായി പ്രസന്റേഷൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതേസമയം ആ വർഷത്തെ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിൽ ശശാങ്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നറിഞ്ഞ് റോഷിനി ആ ഫോട്ടോ കാണാൻ വരുമ്പോൾ ആകട്ടെ അവളുടെ തന്നെ കണ്ണാടിയില്ലാത്ത മുഖമായിരുന്നു അത് കാണുമ്പോൾ അവൾക്കും തന്റെ സൗന്ദര്യത്തിൽ ഒരു ധൈര്യമൊക്കെ വരികയും ശശാങ്കിന്റെ പ്രസന്റേഷൻ കാണാനായി അവൾ മറകളൊന്നുമില്ലാതെ സ്വന്തം ഐഡന്റിറ്റിയോടെ കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും അവരുടെ ഇൻസെക്യൂരിറ്റിയെ മറികടക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.